സാധാരണഗതിയിൽ നമ്മൾ ഡോട്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് വിഷ്വൽ സ്റ്റുഡിയോ എന്ന ഐഡിയയാണ്. ഇനി ഒരു പക്ഷേ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയുടെ ആ ഫുൾ ഫീച്ചേഴ്സ് ആവശ്യമില്ല, അതല്ല നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വിഷ്വൽ സ്റ്റുഡിയോ നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലുള്ള കോഡ് എഡിറ്റേഴ്സ് ഉപയോഗിക്കാൻ തീരുമാനിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഡോട്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കോൺഫിഗർ ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കൺസോൾ ആപ്ലിക്കേഷൻ്റെ ഡയറക്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പ്രൊജക്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ VS കോഡ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ പ്രൊജക്റ്റ് ഫോൾഡർ ഡ്രാഗ് ചെയ്ത് ഞാൻ VS കോഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി അതല്ല എങ്കിൽ ഫയൽ എന്ന ഓപ്ഷനിൽ നിന്ന് ഓപ്പൺ ഫോൾഡർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശരി, നമ്മളിപ്പോൾ നമ്മുടെ കൺസോൾ ആപ്ലിക്കേഷൻ ഇവിടെ VS കോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോഡ് സജഷൻസ് പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ Ctrl+Shift+X എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റൻഷൻസ് ടാബിലേക്ക് വരുന്നു. ഇനി അതിനുശേഷം ഞാനിവിടെ ഒരു എക്സ്റ്റൻഷൻ സെർച്ച് ചെയ്യുകയാണ്. എക്സ്റ്റൻഷൻ്റെ പേര് C#DevKit എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റിൽ നിന്നുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ ആദ്യമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്കിവിടെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ടാബ് ക്ലോസ് ചെയ്യാം. ഇനി വീണ്ടും തിരിച്ച് ഫയൽസിലേക്ക് തിരിച്ച് വരുന്നു. അതിനുശേഷം ഞാനിവിടെ program.cs ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സോഴ്സ് കോഡ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് Ctrl+Shift+Backtick എന്നുള്ളതാണ്. ഇനി അതല്ല എങ്കിൽ നമുക്കിവിടെ ടോപ്പിൽ നിന്ന് ടെർമിനൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് ന്യൂ ടെർമിനൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് .NET റൺ എന്ന കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് കമാൻഡ് നേരത്തെ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് കമ്പൈൽ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് .NET ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ VS കോഡ് കോൺഫിഗർ ചെയ്യുന്നത്.